Hello, welcome to the channel BELMAGS. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ടോട്ടലി ഉൾക്കൊള്ളിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ വർക്ക് തുടങ്ങുന്നത് മുതൽ അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കിന് നമുക്ക് ഇനിഷ്യലി രണ്ടായിട്ട് സെഗ്മെൻറ്റ് ചെയ്യാം. ഒന്ന് അതിൻ്റെ പ്ലാനിങ് സ്റ്റേജ്, സെക്കൻഡ് വൺ എക്സിക്യൂഷൻ സ്റ്റേജ്. പ്ലാനിങ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, ആ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഒരു ടോട്ടൽ ബജറ്റ് ഉണ്ടാവും അലക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബജറ്റും ഈ പ്ലാനും നമ്മുടെ റിക്വയർമെൻറ്റ്സും തമ്മിൽ മാച്ച് ആയിരിക്കണം. അതാണ് ഇനിഷ്യൽ സ്റ്റേജ് പ്ലാനിങ്. ഈ പ്ലാനിങ്ങിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ 3D ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് പണി തീർന്നതിന് ശേഷം അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ 3D ഡ്രോയിങ്ങിൽ ഡിഫൈൻ ചെയ്യാം. ഒരു വീടാണ് പണിയുന്നത് എങ്കിൽ വീടിൻ്റെ എക്സ്റ്റീരിയർ പുറം എങ്ങനെയായിരിക്കും എന്നുള്ളതും, ഒപ്പം തന്നെ വീടിൻ്റെ അകം നമുക്കിപ്പോൾ ബെഡ്റൂമിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂമിനകത്തുള്ള ഫർണിച്ചർ അലൊക്കേഷൻ പോലും നമുക്ക് ഇൻറ്റീരിയർ 3D വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഓക്കെ, സോ പ്ലാനിങ് സ്റ്റേജിനകത്ത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബിൽഡിംഗ് പണിയാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്രൂവൽ എടുക്കാൻ, അതായത് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ പേപ്പേഴ്സ് വേണം എന്നുള്ളത് പറയുന്നു, ശ്രദ്ധിച്ചോളുക. ലാൻഡ് ഡീഡ് അഥവാ ആധാരം, ലാൻഡ് ടാക്സ് അഥവാ കരമടച്ച രസീത്, പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ കൈവശാവകാശം, ലൊക്കേഷൻ സ്കെച്ച്. ഓക്കെ, ഇത്രയും പേപ്പേഴ്സ് നമുക്ക് ബിൽഡിംഗ് അപ്രൂവലിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആവശ്യമാണ്. ഇപ്പോൾ പ്ലാനിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു, ബിൽഡിംഗ് അപ്രൂവലിന് ആപ്ലിക്കേഷനും കൊടുത്തു, നമുക്ക് ബിൽഡിംഗ് പണിയാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുമുണ്ട്. ഇനിയുള്ള സ്റ്റേജാണ് എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ എക്സിക്യൂഷൻ സ്റ്റേജിനെ ടോട്ടലി നമുക്ക് 8 ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഈ ഓരോ സ്റ്റേജിനും ആവശ്യമായിട്ട് വരുന്ന ബജറ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. അതാണ് മെയിനായിട്ട് ഈ വീഡിയോയുടെ പേർപ്പസ് എന്ന് പറയുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് അലോക്കേഷനിലാണ് മിക്കവാറും എല്ലാവർക്കും പാളിച്ചകൾ പറ്റുന്നത്. പല വീടുകളുടെയും പണി ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നതിനുള്ള കാരണവും ഈ ഒരു ബജറ്റ് അലോക്കേഷനിൽ വരുന്ന പ്രോബ്ലംസ് തന്നെയാണ്. സോ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ബജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, 8 സ്റ്റേജുകളിൽ ഒന്നാമത്തേത് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ തറയുടെ പണി, മറ്റൊന്നുമല്ല. തറയുടെ പണി വാനമെടുക്കുന്നത് മുതൽ ബെൽറ്റ് വാർക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ബെൽറ്റ് വാർത്ത് അതിനകത്ത് മണ്ണ് വാർക്കണമല്ലോ, അതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് എടുക്കാം. ഫൗണ്ടേഷൻ എന്നുള്ള സ്റ്റേജിൽ ഡിഫൈൻ ചെയ്യാം. ഫൗണ്ടേഷന് വേണ്ടി ടോട്ടൽ ബജറ്റിൻ്റെ 15% നമ്മൾ മാറ്റിവെക്കണം. ഇനി നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റും നമ്മൾ ടോട്ടൽ ബജറ്റ് എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയും എന്ന് കണക്ക് കൂട്ടാം. ഒരു എളുപ്പത്തിന് വേണ്ടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേറൊന്നുമല്ല. ഓക്കെ, സോ ഈ 20 ലക്ഷത്തിൻ്റെ 15% നമ്മൾ എന്തിനു വേണ്ടി, ഫൗണ്ടേഷന് വേണ്ടി ആദ്യം മാറ്റിവെക്കുന്നത്. ഓടെ, അടുത്ത കാര്യം, വീടാകുമ്പോഴേക്കും ജനല്, വാതില് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന തടിയാണെങ്കിൽ തടി, അതല്ല സ്റ്റീലാണെങ്കിൽ സ്റ്റീല്, ഇനി കോൺക്രീറ്റിൻ്റെ കേസ് ആണെങ്കിൽ കോൺക്രീറ്റിൻ്റെ കേസ്, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ജോയിനറീസ് എന്ന ഒറ്റ വാക്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ജോയിനറീസിൻ്റെ ഫ്രെയിമും ഷട്ടേഴ്സും, അതായത് കട്ടില മാത്രമല്ല അതിൻ്റെ അടപ്പും, വാതില്, ജനൽപ്പാണികൾ എല്ലാം വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ പണിക്കൂലി അടക്കം വരുമ്പോൾ നമ്മുടെ ടോട്ടൽ ബജറ്റിൻ്റെ 10%, 20 ലക്ഷം രൂപയാണെങ്കിൽ 2 ലക്ഷം രൂപ ഈ പറയുന്ന ജോയിനറീസ് എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ 2 കാര്യങ്ങൾ കഴിഞ്ഞു, ഫൗണ്ടേഷൻ കഴിഞ്ഞു, ജോയിനറീസ് കഴിഞ്ഞു. ഇനി അടുത്തത് ഫൗണ്ടേഷൻ മുതൽ വാർക്ക വരെയുള്ള ഭാഗം, വാർക്ക വരെയുള്ള ഭാഗം. അതിന് വേണ്ടിയിട്ട് ടോട്ടൽ ബജറ്റിൻ്റെ 25% വേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. കാരണം സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും ഒക്കെ വില അറിയാമല്ലോ, മാറിയിട്ടുണ്ട്, കൂടുതലാണ്. സോ നമ്മുടെ ടോട്ടൽ ബജറ്റിൻ്റെ 25% വാർക്ക വരെ മാറ്റിവെക്കുക. ഇനി വാർക്കയുടെ തട്ടടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ബജറ്റ് 20 ലക്ഷം രൂപയുടെ 5% നമ്മുടെ കയ്യിലുണ്ടാവണം. വാർക്കയ്ക്ക് വേണ്ടിയിട്ട് 5% നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ വാർക്ക വരെ വരുമ്പോഴേക്കും നമ്മുടെ ടോട്ടൽ ബജറ്റിൻ്റെ 55% കവറായി. മനസ്സിലായോ? ഫൗണ്ടേഷന് 15%, ജോയിനറീസിന് 10%, ലിൻഡൽ വരെ വരുമ്പോഴേക്കും ലിൻഡലിന് മേലെ വാർക്ക് വരെ വരുമ്പോഴേക്കും 25%, 50% അവിടെയായി.
വാർക്കയ്ക്ക് 5%. 55% വാർക്ക തീരുമ്പോഴേക്കും നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞു. ഓക്കെ, വാർക്കയ്ക്ക് ശേഷം അടുത്ത കാര്യമാണ് വയറിങ്ങുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കൺസീൽഡ് വയറിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ മെറ്റൽ ബോക്സസ്, സ്വിച്ച് ബോർഡിനുള്ള മെറ്റൽ ബോക്സസ് ഭിത്തിക്കകത്ത് വയ്ക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ. ഒപ്പം നമുക്ക് വയറിങ്ങിന് വേണ്ടി ആവശ്യം വരുന്ന വയർ, അതിൻ്റെ സ്വിച്ചസ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫേസിൽ തന്നെ നമ്മൾ വാങ്ങി വയ്ക്കുക. അതിനുവേണ്ടി ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 5% മതിയാവും, പണിക്കൂലി അടക്കം. വയറിങ്ങിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ അടുത്തതാണ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. അത് വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം. ഒരു 1:5 റേഷ്യോയിലായിരിക്കണം മിനിമം നമ്മുടെ ഭിത്തിയുടെ പ്ലാസ്റ്ററിങ്. ഒപ്പം 1:4 ആയിരിക്കണം തട്ട് തേക്കാൻ ഉപയോഗിക്കുന്നത്. ബെൽമാക്സ്, അതായത് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ആ റേഷ്യോ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. വ്യത്യാസങ്ങൾ ഓരോ ആളുകളിലും ഉണ്ടാവാം. എനിവേ നമ്മുടെ രീതി ഇതാണ്. ഓക്കെ, ഇനി പ്ലാസ്റ്ററിങ്ങിന് അലോക്കേറ്റ് ചെയ്യേണ്ടുന്ന ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 25% ഓഫ് ടോട്ടൽ ബഡ്ജറ്റാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇതുവരെ? ഇനി പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് പ്ലംബിങ്ങിൻ്റെ വർക്കുകൾ. പ്ലംബിങ്ങിൻ്റെ വർക്കിനകത്ത് നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ വർക്ക് അടക്കം വരുന്നുണ്ട്. സെപ്റ്റി ടാങ്ക്, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ കളക്ഷനുള്ള പിറ്റ്, ഇതെല്ലാം വരുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ബഡ്ജറ്റിനകത്തുനിന്ന് 5% അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ എടുക്കുമ്പോൾ ബാത്റൂം ഫിറ്റിങ്സ് അടക്കം ഇതിനകത്ത് വരാൻ ശ്രദ്ധിക്കുകയും വേണം. 5% മതിയാവും. അതായത് 20 ലക്ഷം രൂപയുടെ 5% എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയാണ്. ഈ 1 ലക്ഷം രൂപയ്ക്കകത്ത് പ്ലംബിങ്ങിൻ്റെ സാധനങ്ങളും ബാത്റൂം ഫിറ്റിങ്സും തീരാവുന്നതേ ഉള്ളൂ. ഒന്ന് പ്ലാൻ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളും പർപ്പസും കറക്റ്റായി ഡിഫൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജാണ് ഫിനിഷിംഗ് എന്ന് പറയുന്നത്. ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ടൈലിൻ്റെ വർക്കുകൾ, ഒപ്പം തന്നെ ഇമൽഷൻ പെയിൻറ്റിങ്, ഇതാണ് ഫിനിഷിംഗ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങൾ. ഇതിന് ടോട്ടൽ ബഡ്ജറ്റിനകത്ത് നിന്ന് വീണ്ടും ഒരു 10% അലോക്കേറ്റ് ചെയ്താൽ ഈ പറയുന്ന കാര്യങ്ങൾ തീർക്കാം. ഒപ്പം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിച്ചണിനകത്ത് നമുക്ക് കബോർഡ് വർക്കും ചെയ്യാം. ഞാൻ പറഞ്ഞത് മോഡുലാർ കിച്ചൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹൈ കോസ്റ്റ് ലെവൽ കിച്ചൻ്റെ കാര്യമല്ല. കിച്ചൺ സ്ലാബിൻ്റെ താഴെയും അതുപോലെ തന്നെ കിച്ചൺ സ്ലാബ് കഴിഞ്ഞിട്ട് ഒരു 2 അടി കഴിഞ്ഞിട്ട് മുകളിൽ കബോർഡ് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കോസ്റ്റ് ഈ പറഞ്ഞ 10%-നകത്ത് തീർക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബഡ്ജറ്റ് അലൊക്കേഷനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു വീടിന് ഏറ്റവും ബേസിക്കായിട്ട് വേണം, ബേസിക് അല്ല, ഒരു 90% വരെയുള്ള കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. ഇൻറ്റീരിയർ ഡിസൈൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഓരോ ബെഡ്റൂമിലുള്ള കബോർഡുകളുടെ കാര്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും അത്യാവശ്യമായിട്ട് ഘടകങ്ങളാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ വർക്ക് എടുത്ത് ചെയ്യുന്ന രീതികളും ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും എന്താണെന്നുള്ളത്, ഞങ്ങൾ ഉപയോഗിക്കുന്ന സിമെൻറ്റ് അൾട്രാടെക്, അംബുജ, രാംകോ എന്നുള്ള ബ്രാൻഡഡ് സിമെൻറ്റ്സ് ആണ്. സ്റ്റീലാണെന്നുണ്ടെങ്കിൽ വൈശാഖ് അല്ലെങ്കിൽ ടാറ്റയാണ് യൂസ് ചെയ്യാറുള്ളൂ. വയറിങ്ങിന് ഫിറോണക്സ്, വിഗാർഡ്, ഇതൊക്കെയാണ് വയറിങ്ങിന് യൂസ് ചെയ്യുന്നത്. സ്വിച്ചസ് എടുക്കുന്നത് GM ആയിരിക്കും. അതുപോലെ ജോയിൻവേസിൻ്റെ കാര്യം വന്നാൽ ആഞ്ഞിലിയാണ് കട്ടിലെടുക്കുന്നത്. കതകുകളും അതുപോലെ ജനൽപ്പാളികളും വന്നിട്ട് പ്ലാവായിരിക്കും. ഫ്രണ്ടിലെ ഡോറ് തേക്കും. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. അത് ടൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ 4x4 ടൈലാണ് എടുക്കുന്നത്, വിട്രിഫൈഡ്. ദെൻ എമൽഷൻ പെയിൻറ്റിങ് ആണ് ഫിനിഷിംഗ് വർക്കിലേക്ക് വരുമ്പോൾ, ഇൻക്ലൂഡിങ് കിച്ചൺ കബോർഡ്. ഇതാണ് ഞങ്ങളുടെ വർക്കിൻ്റെ ഒരു പാറ്റേൺ. ഓക്കെ, സോ ബിസിനസ് എൻക്വയറീസിന് കോൺടാക്ട് ചെയ്യാം. നമ്പർ പറയുന്നു 6238739764. ഒന്നുകൂടെ പറയാം, 6238739764. വാട്സപ്പും ഈ നമ്പറിൽ തന്നെയുണ്ട്. ഓക്കെ, അതുപോലെ അടുത്ത വീഡിയോസ് വരുന്നുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വർക്കുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഭിത്തി പണിയാനായിട്ട് വെട്ടുകല്ലും സിമെൻറ്റ് സ്റ്റിക്കും മാത്രമല്ല, വേറെ പല മെറ്റീരിയൽസും ഉണ്ട്. എക്സാമ്പിളായിട്ട് GFRG ഉണ്ട്, ഫ്ലൈ ആഷ് ബ്രിക്സ് ഉണ്ട്, ഇൻ്റർലോക്കിംഗ് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇൻ്റർലോക്കിങ്ങിൽ തന്നെ കോൺക്രീറ്റ് വരുന്നുണ്ട്, മഡ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും ഇനി വരാൻ പോകുന്ന വീഡിയോകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ മിസ് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ്സ് മിസ്സാകത്തില്ല. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ ബിസിനസ് എൻക്വയറീസിന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന കാര്യം മറന്നു പോകണ്ട. ഓക്കെ, ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. ബേസ് ചെയ്യുന്നത് ഓൾ ഓവർ കേരള വർക്ക് കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.